ജോലി സമ്മർദ്ദം കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അമ്മേ. കോട്ടയം സ്വദേശിയായ ജേക്കബ് തോമസ് എന്ന യുവാവ് കഴിഞ്ഞ രാത്രിയിൽ അമ്മയോട് പറഞ്ഞതാണിത്. ആ രാത്രിയിൽ മാതാപിതാക്കൾ കിടന്നുറങ്ങിയിട്ടും തൊഴിലിടത്തെ സമ്മർദ്ദം അയാളുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കാണുന്നു. പിറ്റേന്ന് രാവിലെ സ്വയം ജീവിതം അവസാനിപ്പിച്ച് സമ്മർദ്ദമില്ലാത്ത ലോകത്തേക്ക് യാത്രയാകുന്നു. കോട്ടയം കഞ്ഞിക്കുഴിയിലെ ഫ്ളാറ്റിൽ നിന്ന് ചാടിയാണ് യുവാവ് ജീവനൊടുക്കിയത്. എറണാകുളത്തെ IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജേക്കബിൻ്റെ മരണം പുതിയ തലമുറ ഏറെ ചിന്തിക്കേണ്ടതാണ്. ജോലി സമ്മർദ്ദമോ തൊഴിൽ ചൂഷണമോ ഉണ്ടായാൽ ആത്മഹത്യയാണോ പരിഹാരം? ഇങ്ങനെ സ്വയം തോറ്റുകൊടുക്കാതെ ആ തൊഴിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലേ? അതല്ലെങ്കിൽ മറ്റൊരു ജോലിയെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ജേക്കബിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടതാണ്. കോട്ടയം കഞ്ഞിക്കുഴി മുട്ടമ്പലത്തെ സ്കൈലൈൻ ഫ്ളാറ്റിൽ താമസിക്കുന്ന 23-കാരനായ ജേക്കബ് തോമസിനെയാണ് പുലർച്ചെ 5:30-ഓടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ മാതാപിതാക്കൾ എഴുന്നേറ്റപ്പോൾ മകനെ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവർ വിവരമറിയിച്ചതോടെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് ചാടി യുവാവ് ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. കാക്കനാട് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ജേക്കബ് തോമസ്. ജോലി സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്ന് ജേക്കബ് മാതാപിതാക്കളോട് പലതവണ പറഞ്ഞിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സന്ദേശം ജേക്കബ് മാതാവിന് അയക്കുകയും ചെയ്തു. ജോലി സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നാണ് ഈ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതിന് പിന്നാലെയാണ് മരണം. രാത്രിയിലേറെ വൈകിയും ജേക്കബ് ഫ്ളാറ്റിലിരുന്ന് ജോലി ചെയ്തിരുന്നതായി മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞു. അമിത ജോലിഭാരം മൂലം സമ്മർദ്ദത്തിലായിരുന്നു മകനെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഡിഗ്രി പഠനത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് ജേക്കബ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചത്. ജോലിയിൽ പ്രവേശിച്ച് 4 മാസം കഴിയുമ്പോഴാണ് യുവാവിന്റെ ആത്മഹത്യ. ഉറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജോലി സമ്മർദ്ദം ജേക്കബ് നേരിട്ടിരുന്നതായി കുടുംബം പറയുന്നു. ഇത് സംബന്ധിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കോട്ടയം.